ഞാൻ പുരുഷനല്ലേ, എൻ്റെ പ്രശ്നങ്ങൾ ഞാനല്ലേ സോൾവ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പുരുഷന്മാർക്കൊരു പ്രത്യേക പദവി നൽകണം എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇല്ല. സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെയാണ്. അത് വേറെ പല കാര്യങ്ങളിലും നമുക്ക് ഉറപ്പായിട്ടും പുരുഷന്മാരെ ആശ്രയിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. ഇതൊക്കെ തർക്കിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയാം. പക്ഷേ എപ്പോഴും പുരുഷന് താഴെ ജീവിക്കുന്നവർ, സ്ത്രീകൾ, അതായത് ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് എപ്പോഴും ഒരു കുടുംബത്തിന് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാ ഭർത്താക്കന്മാരും അതിനനുസരിച്ച് നിൽക്കണമെന്നില്ല. അങ്ങനെയുണ്ട്. ഭർത്താക്കന്മാരുടെ അടുത്ത് വിധേയത്വം കാണിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഭർത്താവ് നമ്മുടെ തലയ്ക്ക് ചവിട്ടുന്നവരാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ തല്ലുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ മോശം വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരെ നിരന്തരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ദേഷ്യം വന്നാൽ ആ ദേഷ്യമെല്ലാം തീർക്കാനുള്ള ഒരു ഉപകരണമാണ് തൻ്റെ ഭാര്യ എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവിടെ കുട്ടികൾ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീയായിരിക്കും. കാരണം കുട്ടികളാണ്. അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ, വിഷമങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലേ? അപ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനൊപ്പം ആ പുരുഷൻ മദ്യപാനിയോ ഏതെങ്കിലും ലഹരിക്ക് അടിമയൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമേ ഇല്ലല്ലോ, അല്ലേ? ഞാൻ ചോദിച്ചു നോക്കട്ടെ, അത്തരത്തിലുള്ള ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ പങ്കാളിക്കൊപ്പം താമസിക്കുന്ന സ്ത്രീക്ക് നിങ്ങൾ എന്ത് അവാർഡാണ് കൊടുക്കുക? നമ്മൾ എന്ത് അവാർഡാണ് കൊടുക്കുക? നമ്മളെല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച നിരവധി ആളുകൾക്ക് സമ്മാനങ്ങൾ, അവാർഡുകൾ, എല്ലാം കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പുരുഷന്മാർക്കൊപ്പം ജീവിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകളെ നമ്മൾ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാറുള്ളത്? മിക്കപ്പോഴും പല സ്ത്രീകളെയും കുറ്റപ്പെടുത്തുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റും. പറയും, എന്തിനു ഉപേക്ഷിച്ചിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കും. അവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനൊരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട്, ആ ഒരു തണലായി നിൽക്കുന്ന വീട് ഉപേക്ഷിച്ചിട്ട് എവിടേക്ക് ആ സ്ത്രീ പോകും? ആ സ്ത്രീ ഇറങ്ങിയാൽ അന്നു മുതൽ അവളുടെ ജീവിതം എങ്ങനെയായി മാറുമെന്നറിയോ? ഒന്നുമല്ലാതായി മാറും. ഒന്നാമത്തെ കാര്യം, കയറി ചെല്ലാൻ മറ്റൊരു വീട് അവൾക്ക് കാണണമെന്നില്ല. സ്വന്തമായിട്ട് അവൾക്കൊരു വീടുണ്ടായിരുന്നു. അവിടെ നിന്ന് വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ വീട്. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ എല്ലാ വീട്ടിലും സാഹചര്യങ്ങൾ അനുവദിക്കുകയില്ല. ചില സ്ത്രീകൾ പോവില്ല. അത് അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. തിരികെ ചെന്നാൽ ആൾക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. അപ്പോഴെന്താണ്? കുട്ടികളുമുണ്ട്. എങ്ങോട്ട് പോകും? ഒന്നേന്ന് തുടങ്ങണം. ഒന്നേന്നല്ല, 0 നിന്ന് തുടങ്ങണമെന്ന് പറയാം, അല്ലേ? ഇരുട്ടായിക്കഴിഞ്ഞാൽ ഭയക്കേണ്ട ഒരുപാട് ജീവികൾ ചുറ്റുമുണ്ട്, അല്ലേ? പകൽ പോലും ഭയപ്പെടേണ്ട അവസ്ഥയിലാണ് കാലത്തിൻ്റെ പോക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് ഒരു തണൽ വേണം. ഒന്നുമില്ലാത്തവളാണെങ്കിൽ, കയ്യിലൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ. കുട്ടികളുമായിട്ടുള്ള ജീവിതം, ഓരോ ദിവസവും ചിലവ്, ഇതിനെവിടെ പോകും? തീർച്ചയായിട്ടും അവൾ ജോലിക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള പോകുമ്പോൾ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്? കുട്ടികൾ സുരക്ഷിതരാണോ? ഈ ഒരു മനസ്സുമായിട്ട് പോകുന്ന ഒരു സ്ത്രീക്ക് താൻ ചെയ്യുന്ന ജോലി എത്രമാത്രം ശ്രദ്ധയോടുകൂടി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കര പ്രയാസമായിരിക്കും, അല്ലേ? 4 വശത്തു നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. പിന്നീട് എപ്പോഴും ഡിവോഴ്സായി കഴിഞ്ഞാൽ പുരുഷന്മാർ പ്രത്യേകിച്ച് ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കുറച്ച് പ്രശ്നങ്ങൾ ആദ്യമൊക്കെ തോന്നും, പിന്നീട് അതൊക്കെ മാറും. പക്ഷേ എല്ലാ ചോദ്യങ്ങളും നേരെ വരുന്നത് സ്ത്രീയുടെ നേർക്കാണ് കൂടുതലും വരുന്നത്. അവൾ അടങ്ങി ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ടാണ്, അവളാണ് പ്രശ്നക്കാരി എന്ന രീതിയിൽ തന്നെ സമൂഹം ചോദ്യം ചെയ്യാൻ തുടങ്ങും.
അല്ലേ? പക്ഷേ അവൾക്കാണല്ലോ എല്ലാ ഭാരവും ഏൽക്കേണ്ട ചുമതല മൊത്തം. കുട്ടികളുടെ ഭാരം ഏൽക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ജന്മം നൽകിയ ഒരമ്മയും പൂർണ്ണ മനസ്സോടുകൂടി കുട്ടികളെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോവുകയില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാർ ഏൽപ്പിച്ചിട്ട് പോവില്ല. കാരണം അവൾ ആ വീട്ടിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കിയവൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടവൾ, അവൾക്കറിയാം അവളുടെ കുട്ടികൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നാളെ നേരിടേണ്ടി വരും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ആ സ്ത്രീക്കുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ ഇല്ലാണ്ട് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളിലാണ് പലപ്പോഴും സമൂഹത്തിൽ പിന്നീട് വലിയ വലിയ എന്താ പറയുക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നവരും, പിന്നീട് അവർ ചിലപ്പോൾ ക്രിമിനൽ മൈൻഡോടുകൂടി ജീവിക്കുന്നവരും, എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ, പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് സ്ത്രീകൾ മാറുകയൊക്കെ ചെയ്യും. ഇതെല്ലാം അവരുടെ സാഹചര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ്. എല്ലാവർക്കും ആവശ്യം പണം തന്നെയാണ് പ്രധാനം മാത്രം. എല്ലാവർക്കും പ്രധാനമായിട്ടും വേണ്ടത് പണം തന്നെയാണ്. പണം ഉണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. പണം സമ്പാദിക്കണമെങ്കിൽ നമുക്ക് ജോലി ഉണ്ടാവണം, ഇല്ലേ? നമുക്ക് ജോലി എന്ന് പറയുമ്പോൾ ആർക്കും ചെയ്യാവുന്ന കുറേ ജോലികളുണ്ട്, അല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് അല്ല എങ്കിൽ നമ്മൾക്ക് ആ ജോലി നഷ്ടപ്പെടും. ഇപ്പം ഒന്നും അറിയാത്തവർക്ക് ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഇപ്പം വീട്ടു ജോലികളെന്ന് പറയുന്നത്. ഇപ്പം പാത്രം കഴുകുന്നു എന്നുള്ളത് ഞാനൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, വൃത്തിയായി പാത്രം കഴുകിയില്ലെങ്കിൽ എന്തു ചെയ്യും? പാത്രങ്ങളിൽ അഴുക്ക് കാണും. ഏത് വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നത് അവർ ചോദ്യം ചെയ്യും. തുണി കഴുകൽ, അതും വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടും. തറ തുടയ്ക്കൽ, അതും ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവിടെയും പ്രശ്നം വന്നാൽ ചോദ്യം ചെയ്യും. അങ്ങനെ എല്ലാ കാര്യത്തിലും വീട്ടുജോലികളിലെല്ലാം ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ജോലി അവർക്ക് നഷ്ടപ്പെടും, അല്ലേ? ഏത് ജോലിക്കും ഒരടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനമായ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എന്തായാലും മുന്നോട്ടുള്ള ജീവിതം പ്രശ്നമാണ്. എന്ത് ജോലിയായാലും തൂത്തുവാരുമ്പോൾ തന്നെ നമ്മൾ തൂത്തുവാരി വൃത്തിയായിരിക്കണം അത് പെർഫെക്റ്റായിട്ട്. അല്ല പേരിനൊന്നും തൂത്തിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പണം തരേണ്ട ആൾ നമ്മളെ വഴക്ക് പറയും, ഇല്ലേ? ചില ജോലികൾ ഒരുപാട് കഠിനാധ്വാനം വേണ്ട ജോലികളുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രായം നമ്മളെ അതിനെ അനുവദിക്കില്ലെങ്കിൽ അവിടെയും പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീഴുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ ആരും പെട്ടെന്ന് ചെക്ക് ചെയ്യില്ല. ഒരു ലഹരിയുടെ ഉപയോഗത്തുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു, അല്ലെങ്കിൽ അത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളെ പലപ്പോഴും വിൽപ്പന ചരക്കായി മാറ്റുന്നത് എന്തുകൊണ്ടാണ്? അവരെങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ, എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടിയുള്ള അവരുടെ സ്ട്രഗിൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ആ നിലനിൽപ്പിൻ്റെ പ്രശ്നം, ഇതെല്ലാം പലപ്പോഴും അവരെ തെറ്റുകളിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെ ഒരു പറ്റം സ്ത്രീകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ജോലിയാകുമ്പോൾ എളുപ്പം എന്നാണല്ലോ. ഇപ്പം മാല പൊട്ടിക്കൽ, അല്ലേ, മോഷണം, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ദേഹം അനങ്ങാതെ കാര്യം നടക്കുമെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ആരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യണ്ട, സുഖമായിട്ട് മറ്റൊരാളിൽ കഷ്ടപ്പെട്ട മുതലുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുക, ഇങ്ങനെയുള്ള ചിന്താഗതിയുമായിട്ട് ഒരു പറ്റം ആളുകൾ നടപ്പുണ്ട്. അവർക്ക് ജോലി ചെയ്യാൻ വയ്യ, പകരം ഇങ്ങനെയുള്ള മാർഗത്തിലൂടെ പെട്ടെന്ന് സമ്പാദിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നുള്ളത്. അങ്ങനെയുണ്ട് സ്ത്രീകൾ, അല്ലേ? അപ്പോൾ സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വളരുന്ന ആളുകളുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം അറിഞ്ഞതാണ്. നന്നായി പഠിക്കുന്ന, അതായത് നല്ല ടോപ്പ് മാർക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ വാങ്ങിയ ഒരു വ്യക്തി, പക്ഷേ അങ്ങനെ നമുക്ക് ഒരാൾക്കൊരു സ്റ്റാർ പദവി ലഭിച്ചു കഴിഞ്ഞാൽ
മിക്കവാറും കുട്ടികൾക്കൊക്കെ ഞാൻ എന്തോ ആയി, എനിക്ക് എന്തൊക്കെ കിട്ടി, ഞാനിപ്പം വലിയ ആളാണ് എന്ന ഭാവം ഉണ്ടാകും. അത് അവർക്കുണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ വീട്ടുകാരും സമൂഹമൊക്കെ അതിനാണല്ലോ ഈ അനുമോദനങ്ങളൊക്കെ വെച്ച് നടത്തുന്നത്. അതിൽ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അത് സ്വന്തം ജീവിതത്തിനൊരു ഭീഷണിയാവാതെ നോക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അഹങ്കരിച്ചിട്ട് ഒരുപാട് കുട്ടികൾ പിന്നീട് താഴേക്ക് പോയിട്ടുണ്ട്. തനിക്കറിയാമെന്നുള്ള ഭാവത്തോടു കൂടി ക്ലാസ്സിൽ പെരുമാറുന്ന, ടീച്ചേഴ്സിനോട് പെരുമാറുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിച്ച് റാങ്കൊക്കെ വാങ്ങിച്ച ഒരു കുട്ടി പിന്നീട് പഠിത്തത്തിൽ പുറകോട്ടായി വെള്ളം കുടിക്കുന്ന ഇതിൽ മദ്യപാനത്തിൽ വീണുപോയി. വീണുപോയിട്ടെന്താ, അയാൾ വിവാഹമൊക്കെ കഴിച്ച് കുട്ടിയായി. ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എന്താണ്, ഇയാൾ അച്ഛൻ മദ്യപാനിയല്ലേ. അപ്പോൾ മദ്യപിച്ചിട്ട് വന്നിട്ട് വീട്ടിലും നിരന്തരം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ മൂലം ആ വീടിനകത്തുണ്ടാകുന്ന അന്തരീക്ഷം കുട്ടികളെ ശരിക്കും ബാധിക്കുകയാണ് അല്ലേ. ഒന്നോർത്ത് എന്താണ് കുഴപ്പം, അത്ര നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് പഠിച്ച് ഉയർന്ന രീതിയിൽ പോവേണ്ട കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഒന്നും നടന്നില്ല. അവിടെ മദ്യപാനം എന്നുള്ള ഒരു വിപത്ത് അയാൾക്ക് നേരെ വന്നിരുന്നു അല്ലേ. എവിടെയാണ് പാളിച്ച പറ്റിയത്? മദ്യപാനത്തിൽ വീണ്. ഇപ്പോൾ എല്ലാവരും പറയും ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ മദ്യപാനത്തിലേക്ക് വീഴും. അയാൾക്കൊരു ജോലി ആവശ്യമാണ്, നല്ല രീതിയിൽ പഠിച്ച ആളാണെങ്കിൽ സുഖമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് എന്ന രീതിയിൽ പോയിരുന്നെങ്കിൽ അയാൾ നല്ല രീതിയിൽ എത്തിയേനെ അല്ലേ. ഈ പുരുഷന്മാരിങ്ങനെ മദ്യപിക്കുന്നത് കൊണ്ടും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്നത് മുഴുവൻ സ്ത്രീകളാണ് അല്ലേ. അല്ലാതെ പുരുഷന്മാരാരെങ്കിലും ആണോ? ഒരു പുരുഷൻ മദ്യപിച്ചാൽ വേറൊരു പുരുഷനൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ പുരുഷൻ്റെ എന്ത് സ്വഭാവ ദൂഷ്യത്തിനും ഇരയായി മാറുന്ന എപ്പോഴും സ്ത്രീയാണ്. പ്രത്യേകിച്ച് വിവാഹം കൂടെ നടന്നു കഴിഞ്ഞാൽ ഇയാളൊരു മുഴുക്കുടിയനാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം ഓരോ വീട്ടുകാർ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ചിലരുടെ വിശ്വാസം എന്താണ്, കല്യാണം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. ചില ഭ്രാന്തുള്ളവരെ പിടിച്ചിട്ട്, നല്ല ഭ്രാന്താണ്, ഒരു രീതിയിലും ഒരാൾക്ക് അയാളുടെ കൂടെ കഴിയാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും. എങ്കിലും ഒരു പ്രതീക്ഷ എന്താണ്, ഒരു പെണ്ണ് കെട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ മാറുമെന്ന്. ഈ പ്രതീക്ഷ ഒരു വീട്ടിൽ ഉള്ള അച്ഛനും അമ്മയ്ക്കും ഉണ്ടായാൽ അവരുടെ പ്രതീക്ഷകൾ മൂലം നഷ്ടപ്പെടുന്നത് മറ്റു ചിലരുടെ പ്രതീക്ഷകളാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഓപ്പോസിറ്റ് ഉണ്ട്. ഇവരിതൊന്നും അറിയാതെ പലപ്പോഴും ഒരുപാട് കല്യാണങ്ങൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ചതിക്കുഴിയിലേക്ക് വീണു പോകും. അതോടുകൂടി തീർന്നു. ആർക്കാ ലാഭം, ആർക്കാ നഷ്ടം? അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമം തോന്നും. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം കഴിഞ്ഞു, അവർക്ക് കുട്ടിയായി, അവരുടെ ആ കുട്ടിയുടെ വിവാഹമാണല്ലോ നടന്നത്. പക്ഷെ ആർക്കാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടായത്? ആ പെൺകുട്ടിക്കാണ്. അവൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം അവളുടെ ജീവിതത്തെക്കുറിച്ച് ഇല്ലേ. സുഹൃത്തുക്കൾക്കൊപ്പം നടക്കുമ്പോഴും എല്ലാം ഇല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്. പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും അവളുടെ ജീവിതത്തിലേക്ക് എത്തിയില്ലല്ലോ എന്നുള്ള ഒരു വേദന, അതെന്നും അവളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പിന്നെ സുഹൃത്തുക്കൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ട് സംസാരിക്കുമ്പോൾ, അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന യാതനകൾ അല്ലേ. അബദ്ധത്തിൽ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാൽ തീർന്നു ആ പെൺകുട്ടിയുടെ ജീവിതം. ഒരു കാരാഗ്രഹവാസം പോലെ ആയിരിക്കാം അല്ലേ ഒരു മുഴുക്കുടിയനായ ഒരു ഭർത്താവിനപ്പോൾ ജീവിക്കുന്നത്. പിന്നെ അവിടെ എന്തെങ്കിലും ഒരു വെളിച്ചത്തിൻ്റെ നാമ്പുണ്ടാകണം എന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാകണം. ആ കഴിവ് എന്തെങ്കിലും അവൾക്ക് ജീവിതത്തിൽ
ഈശ്വരന്മാർ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. നമ്മളെപ്പോഴും വിദ്യാഭ്യാസം, അതിനൊപ്പം തന്നെ കലാകായിക കഴിവുകളിൽ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് അവർക്ക് ഒപ്പം ഉണ്ടാകണം, ഒരു കൂട്ടായിട്ട്. പാട്ടോ ഡാൻസോ മറ്റെന്തെങ്കിലുമൊക്കെ അഭ്യസിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ജീവിതത്തിൽ വന്നാൽ അവർക്ക് ഇതിലൂടെ അവരുടെ മനസ്സിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പം നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലേ? ഭർത്താവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി ഡിവോഴ്സായിട്ടുള്ളവരൊക്കെ കലാരംഗത്തൊക്കെ ഒരുപാട് ശോഭിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ തരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് അല്ലേ? ചിലർ അത്യാവശ്യം പഠിക്കുന്നവരായിരിക്കും, ഒരു ഡിഗ്രിയൊക്കെ പോയി കാണാമെങ്കിലും നന്നായിട്ട് അത്രയും നാൾ അവർ നന്നായിട്ട് പഠിച്ച് കാണും, നന്നായിട്ട് പഠിപ്പിക്കാനുള്ള കഴിവ് കാണും. ചിലർക്ക് നന്നായിട്ട് പാട്ട് പാടാൻ, ചിലർക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ, ചിലർക്ക് എഴുതാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കഴിവുകൾ കാണും. ചിലരൊക്കെ കണ്ടില്ലേ വീട്ടിൽ നിന്ന് തയ്ക്കും. തയ്യലെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു വരുമാനമാകും. അതിൽ വരുമാനം മാത്രമല്ല, അവരുടെ മനസ്സിനെ ഒന്ന് മാറ്റി ചിന്തിക്കാനൊക്കെ സഹായിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ജോലി അവരുടെ ജീവിതത്തിലേക്ക് ഭാഗമായി വന്നാൽ. കാരണം ഒരു ജോലിയിലൂടെ നമ്മൾ നിരവധി ആളുകളെ പരിചയപ്പെടുന്നു. അങ്ങനെയുള്ള പരിചയങ്ങൾ പലപ്പോഴും നമുക്ക് ഒരു പുതിയ അർത്ഥതലത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, കുഞ്ഞുണ്ട്, അതിൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാനിപ്പം പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, കാണുമ്പോൾ ഓരോരുത്തർ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പോകുന്നു എന്നറിയുമ്പോൾ. അതുപോലെ നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ മറ്റ് ടീച്ചേഴ്സും സാറുമാരും ഉണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പിന്നെ എന്തെങ്കിലും അവരുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നമ്മളെ വിളിക്കുന്നു, നമ്മളെല്ലാവരും കൂടെ പോകുന്നു. ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെന്നല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, വൈകുന്നേരം മഴ ഒക്കെയാണ്, കുഞ്ഞുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറച്ച് ദൂരമാണ്, നമ്മൾ പോകുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സാഹചര്യത്തിലേക്ക് ഇടപഴകുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര മാറ്റം വരും. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ നമ്മുടെ മനസ്സിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ കണ്ടെത്താനായി ശ്രമിക്കണം. ഒരു കഴിവുമില്ലാത്ത ആരുമില്ല, ഒരു കഴിവുമില്ലാത്ത ആരുമില്ല. ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് കമൻറ്റുകൾ അയക്കുന്നുണ്ട്. ചിലതൊന്നും എനിക്ക് കാണുന്നില്ല, പക്ഷെ ഞാൻ കാണുന്നതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ചിലരയക്കുന്ന കമൻറ്റുകൾ വായിക്കുമ്പം തന്നെ എനിക്ക് അവരുടെ ആ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിലരുണ്ട് വെറുതെ ഒറ്റ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം അവർക്ക് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ കമൻറ്റ് എന്ന് പറയുമ്പോൾ സുഖാന്വേഷണത്തിന് ഭാഗം മാത്രമല്ല, എന്തൊക്കെയുണ്ട് വിശേഷം, ഓക്കെ. അല്ലാതെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കമൻറ്റ് ഇടുക, അതിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക, അതൊരു വലിയ കഴിവാണ് അല്ലേ? ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾ അത് കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് എനിക്കൊരു കമൻ്റായിട്ട് അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ആളത് എൻ്റെ വീഡിയോ ശ്രദ്ധയോടുകൂടി കേട്ടു, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. അതാണ് എനിക്ക് ആ കമൻറ്റിലൂടെ കിട്ടിയതെന്ന് ഇല്ലേ? ചിലർ പറയും ഞാൻ എന്നും വീഡിയോ കേൾക്കും, എന്നും കാണുന്നുണ്ട്, പക്ഷേ ഈ പറയുന്നത് എത്രമാത്രം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ആരൻ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നില്ല, എത്ര നേരം കാണും, ഇതൊക്കെ നമുക്കറിയാം, എനിക്കറിയാൻ പറ്റും. അത് ഇതിലൂടെ തന്നെ അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയാം. അതെനിക്കും എൻ്റെ ഫോണിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കാണുന്നവർ കാണട്ടെ, എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയം എൻ്റെ വീഡിയോസ് കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു. അപ്പം പലർക്കും എൻ്റെ വീഡിയോസ് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് ഇല്ല, ഉള്ളി ബ്ലാക്ക്, എൻ്റെ സൗണ്ട് മാത്രം. അതാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ
പല കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകുന്നത് വെറുതെ പറയുന്നതല്ല. ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ആളുകൾക്കുണ്ട്. പലരും അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ കമൻറ്റ് കണ്ടില്ല, എനിക്ക് മറുപടി കിട്ടിയില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എല്ലാത്തിനും പ്രതികരിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. എനിക്ക് കാണുന്നതിനൊക്കെ ഞാൻ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, തിരിച്ച് മറുപടി തരുന്നുണ്ട്. അപ്പോൾ അത് അവരുടേതായിട്ടുള്ള ഒരു മനസ്സ്, നമുക്കറിയില്ല. കാണുന്നത് എത്ര പേരുണ്ടായാലും ഒരാളെ ഉള്ളൂ എങ്കിലും അതെനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എൻ്റെ ഉള്ളിൽ എന്തൊക്കെ കഴിവുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക് ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നു. ഞാൻ എൻ്റെ വീഡിയോസ് തുടങ്ങി. ആ സമയത്തെല്ലാം ഞാൻ മനസ്സിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അത്രയും 500 പേർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത്. അവർക്ക് എവിടെയൊക്കെയോ ഞാൻ പറയുന്നതിൽ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം അവരുടെയൊക്കെ മനസ്സ് വളരെ വലുതാണ്. കാണാതെ എൻ്റെ ശബ്ദത്തെ മാത്രം കേട്ട് ഇരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത അത്രയും ആളുകൾ, അവരുടെ മനസ്സ് എത്ര കറക്റ്റാണ് എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും അത് തരണം ചെയ്യുന്ന രീതിയൊക്കെയാണ്. ഇതൊക്കെ എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാത്രമായിരിക്കാം സംഭവിക്കേണ്ടത് എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരുപാട് നെഗറ്റീവ് വരും. ചിലപ്പോൾ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലേക്ക് തന്നെ നമ്മുടെ ജീവിതം മാറി. ചിലപ്പോൾ നമ്മൾക്ക് ഈ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാൽ എന്താണെന്ന് തോന്നും. അങ്ങനെ അവസാനിപ്പിക്കരുത്. നമ്മൾ ആ അവസാനിപ്പിക്കട്ടെ എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എവിടുന്നെങ്കിലും ഒരു ഹിൻറ്റ് കിട്ടും. എവിടുന്നെങ്കിലും ഒരു വെളിച്ചമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അതിനൊരു മാറ്റവുമില്ല. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്ന് പറയും അല്ലേ? അപ്പോൾ ഒരു മദ്യപാനിയുടെ ഒപ്പം ജീവിക്കുന്ന സ്ത്രീയെ, നീയാണ് ലോകത്ത് ഏറ്റവും വലിയവൾ എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മോശമായ ശീലത്തിനുടമയ്ക്കൊപ്പം കഴിയുന്ന സ്ത്രീയെ, നീയാണ് ഏറ്റവും വലിയ ശക്ത. നിന്നെ എതിരിടാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയുകയില്ല. നീയാണ് ഏറ്റവും ശക്തയായ സ്ത്രീ. സ്വന്തം ബിസിനസ്സിൽ കോടികൾ സമ്പാദിക്കുന്ന സ്ത്രീകളെക്കാളും ഇത്തരത്തിലൊരു ദുശീലമുള്ള ഒരു പുരുഷനോടൊപ്പം കഴിയുന്ന സ്ത്രീ, അവളാണ് വലിയവൾ. തൻ്റെ കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണയും നൽകി അവരുടെ വിശപ്പടക്കി അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്ത്രീയെ, നീയാണ് ഭാരതത്തിൻ്റെ രത്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മാതൃകയെന്ന് പറയുന്നത്. കാരണം അതെല്ലാവർക്കൊന്നും കഴിയില്ല. കഴിയാത്തത് കൊണ്ടാണല്ലോ പലരും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് അല്ലേ? മാറിപ്പോകണം എന്ന് കരുതുന്നവർക്ക് അത് പലർക്കും അത് പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു പിന്തുണയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം, നല്ല കുടുംബസ്വത്തോ അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടുകൾ ഉണ്ടായിട്ടാണ്. പക്ഷേ ഈ ഒരു സപ്പോർട്ടും ഇല്ലാതെ മദ്യപാനിയായ അല്ലെങ്കിൽ ദുശീലങ്ങളുള്ള ഒരു പുരുഷനോടൊപ്പം ജീവിച്ചു പോകുന്നു. തൻ്റെ മക്കളെ സേഫാക്കി നിർത്തുന്നു. അവരെ ഞാൻ അംഗീകരിക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഒരു അവാർഡൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കണ്ടെത്തി അവർക്ക് ഞാനൊരു അവാർഡ് കൊടുക്കണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു കഥയുടെ ഉള്ളടക്കത്തിൽ നിന്ന് തന്നെയാണ് എനിക്കിങ്ങനെ തോന്നിയത്. അവരും ജീവിക്കുന്നില്ല. അതുപോലെ ഒരുപാട് പേര് സ്വന്തം ഭാര്യയുടെ താലി മാല ഊരി വെച്ചിട്ട്, അത് മാല സ്വർണ്ണമല്ല, താലി മാത്രമുള്ളതല്ല സ്വർണ്ണം, അതിനകത്തൊന്നും മാല സ്വർണ്ണമല്ലെന്ന് മനസ്സിലാക്കി അത് കൊണ്ടുപോകാൻ പറ്റില്ല. താലിക്ക് മാത്രമേ ഉള്ളൂ സ്വർണ്ണം. അപ്പോൾ ആ താലി ഊരിക്കൊണ്ട് പോയി കാര്യം കണ്ട ഭർത്താക്കന്മാരുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയാളെ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇല്ലേ? അപ്പോൾ നമ്മൾ
എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള സ്ത്രീകളെ എനിക്ക് ഒറ്റ കാര്യം പറയാം, നിങ്ങൾക്കുള്ള സമയം വരും, ഉറപ്പായും വരും. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എവിടെന്നെങ്കിലുമൊക്കെ, ഒരിക്കലും ആരുടെയും എന്താ പറയുക ഒരു സഹതാപത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കരുത്. കാരണം അങ്ങനെ സഹതാപത്തിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ, ഒരു സഹതാപം തോന്നിയിട്ട് ഓവറായിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിലൊരിക്കലും വീണു പോകരുത്. കാരണം കുട്ടികൾക്ക് പഴയ വസ്തുക്കളൊക്കെ കൊടുക്കുന്നു, അവർക്ക് ഉപയോഗമില്ലാത്തതൊക്കെ വാങ്ങിച്ചുകൊണ്ട്, അപ്പോൾ നമ്മൾക്കതൊരു വലിയ ഒരു മാനസികമായിട്ടത് നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പഴയ ഒരാൾ ഉപയോഗിച്ച മോശമായതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. അത് ചിലപ്പം കുട്ടികളുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക. പിന്നെ സഹതാപം മൂലം ചില കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളതിലൊന്നും നമുക്ക് എത്രമാത്രം നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ അത്രമാത്രം നന്നായിട്ട് ജീവിക്കാം. പിന്നെ ചിലരുടെ അവസ്ഥ കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് സ്വീകരിക്കാം. പക്ഷേ എപ്പോഴും നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിമാനത്തിൻ്റെ ഒരിതിൽ നിൽക്കണം. ദുരഭിമാനമാകരുത്. ഒരഭിമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. നമ്മളെ മറ്റൊരാൾ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുതെന്നാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും ഒരു കാരണവശാലും ഒന്നും സ്വീകരിക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു മേഖല നമ്മൾക്ക് സ്വന്തമാക്കാൻ പറ്റും, അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റും. കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് വളർത്തുക. കാരണം അമ്മ പണം സമ്പാദിക്കുന്ന മാർഗം എന്താണെന്ന് കുട്ടികൾ തീർച്ചയായിട്ടും അറിയണം. അങ്ങനെ അറിഞ്ഞ് അമ്മയുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിഞ്ഞ് വളരുന്ന കുട്ടികൾ നാളത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ നിധികളായിരിക്കും അവർ. അപ്പോൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വളർത്തുക. അല്ലാതെ കുട്ടികളുടെ എന്താഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് പോവുകയേ ചെയ്യരുത്. കുട്ടികൾക്കെല്ലാം ഫോണാണ് ആവശ്യം. എൻ്റെ കുഞ്ഞല്ലേ, അച്ഛൻ നോക്കാത്തതല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തേക്കാം എന്ന് ഒരിക്കലും കരുതല്ലേ. ഒരു ഫോണിൻ്റെ ആവശ്യം എന്താണ്, ആവശ്യമില്ലായ്മ എന്താണെന്ന് മനസ്സിലാക്കി അവരെ വളർത്തുക. ഫോൺ വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുക. ഇപ്പോൾ നോട്ട്സ് എന്തെങ്കിലുമൊക്കെ അതിനുശേഷം തിരികെ വാങ്ങിക്കുക. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിനത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ മനസ്സിനെ മനസ്സിലാക്കിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പതുക്കെ അവരും എല്ലാം ശരിയായി വരും അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണെന്ന് ഇടയ്ക്കൊക്കെ ഓർത്തെടുക്കുക, എന്നിട്ട് ശ്രമിക്കുക. ചിലരൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്ന കണ്ടിട്ടില്ലേ? പെട്ടെന്നായിരിക്കും ഓരോരുത്തരൊക്കെ ഫേമസായി വരുന്നത്. അപ്പോൾ അങ്ങനൊരു കഴിവുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് പാടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടേക്ക്. ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യുക. ഇപ്പം എല്ലാവർക്കും ഇപ്പം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് അതുപോലെ നൃത്തം ചെയ്യണമെന്നില്ല. പക്ഷേ ചിലർ ഡാൻസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോവും. നമ്മൾ ഒരു 10-20 കുട്ടികളെ നിരത്തി നിർത്തിയിട്ട് ഡാൻസ് പഠിച്ചവർ അല്ലാത്തവർ നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുത്ത് അതിൽ ആരെങ്കിലുമൊക്കെ അവർ ചെയ്യുന്ന സ്റ്റെപ്പുകൾ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും ഒരു പ്രത്യേക രൂപഭംഗി തോന്നുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കണ്ടെത്തുക. പിന്നെ നമ്മൾ എന്തിനേയും നേരിടാൻ എപ്പോഴും സജ്ജമായിട്ടിരിക്കുക. പലതും പറയും, നമ്മളതിനെ ഒന്നും ശ്രദ്ധിക്കുകയേ വേണ്ട. എവിടെ പോകുന്നു ഈ സമയത്ത്, അസമയത്ത് വരുന്നു, അസമയത്ത് പോകുന്നു അല്ലേ, നേരം വെളുക്കുന്നതിന് മുമ്പ് പോകുന്നു, എപ്പോഴും ഫോണിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കും. നമ്മൾക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി അല്ലേ. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല. അപ്പോൾ തൻ്റെ ഭർത്താവ് ഒരു മോശമായ രീതിയിലായിപ്പോയെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മളവിടെ നിൽക്കുമ്പോൾ ഒറ്റ കാര്യം ആലോചിക്കുക, നമുക്ക് വാടകയ്ക്ക് മാറിക്കഴിഞ്ഞാൽ വാടക വീടിന് കൊടുക്കേണ്ട
എന്താ പണം ലാഭിക്കാം ഈ ഒരു വീട്ടിൽ നിന്നാൽ. ആ ഒരു ലാഭം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഭർത്താവിനൊപ്പം താമസിക്കുക. അയാളുടെ കൂടെ ജീവിച്ചതിന് ശേഷം നമുക്ക് നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഒരു വാടക വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇയാളുടെ ഒപ്പം ഈ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇല്ലാണ്ടാകുമല്ലോ. നമുക്ക് അത്രയും കാശുകൂടെ സേവ് ചെയ്യാമല്ലോ എന്ന് മാത്രം ഓർക്കുക. വേറെ ഒന്നിനെക്കുറിച്ച് നമ്മൾ മനസ്സിൽ ഓർക്കണ്ട. ശരിയല്ലേ?